ഹായ്, നമസ്കാരം. ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ കാര്യം, ഒരു പാവപ്പിടിച്ച മനുഷ്യനെ, ഒരു പാവപ്പെട്ടവനെ കൊന്നിട്ട് എനിക്ക് 3 ദിവസമായി. കേരള പോലീസ് അതിൻ്റെ കാരണക്കാരിയായ കുറ്റവാളിയായ ഷിംജിത എന്ന് പറയുന്ന ആ കൊലയാളിയെ ഈ നേരം വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ഒരാണായിരുന്നെങ്കിൽ കേരള പോലീസ് 1 മണിക്കൂറിനുള്ളിൽ അവനെ പിടിക്കുകയും റിമാൻഡ് ചെയ്യുകയും വരെ ചെയ്തേനെ. അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീ ആയതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാൻ മടി? പുരുഷന് എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു വിഷയമില്ല എന്നുള്ളതാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതുപോലെ വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള പോലീസ് ദീപകിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചോദിച്ചത്രേ, കേസുണ്ടോ, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചെന്ന്. ഒരു മനുഷ്യൻ മരിച്ച വീട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്. അതും തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് പോലീസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന്. എന്താ പറയേണ്ടത്? ഇതിനൊക്കെ വളരെ വളരെ മോശമാണ്. കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ വളരെ മോശമാണ്. ഒന്നാമത്തേരം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സേനകളൊന്നാണ് നമ്മുടെ കേരള പോലീസ്. ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവിടെ പോയി പൊക്കിയെടുത്തുകൊണ്ട് വരാൻ കഴിവുള്ളവരാണ് നമ്മുടെ കേരള പോലീസ്. ആ കേരള പോലീസിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അലംഭാവം കാണുന്നത്. ഈ നാട്ടിൽ പുരുഷന് നീതി വേണ്ട എന്നാണോ? സ്ത്രീകൾക്ക് മാത്രം നീതി കിട്ടിയാൽ മതി എന്നുള്ളതാണോ? തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർക്ക് നീതി കിട്ടണം. തെറ്റ് ചെയ്തവരുടെ കാര്യമല്ല പറയുന്നത്, തെറ്റ് ചെയ്യാത്തവരുടെ കാര്യത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അലംഭാവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതുപോലെ ആ കുറ്റവാളിക്കെതിരെ പോലീസ് ഇട്ട വകുപ്പ് പ്രേരണ കുറ്റം മാത്രമാണ്. എന്തുകൊണ്ട് IT ആക്ട് ചേർക്കുന്നില്ല എന്നുള്ളതും അവിടെ ചോദ്യചിഹ്നമാണ്. അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും പരാതി? എനിക്ക് തോന്നുന്നു കേരള പോലീസ് ഇപ്പം തന്നെ ഇടപെട്ടതിൻ്റെ കാര്യം ഇത്രയും പരാതികൾ വന്നതിൻ്റെ പുറം മാത്രമല്ല, ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ കേരളത്തിൽ വെളിയിലേക്ക് ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കേരള പോലീസ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്. ഇത്രയും കുറേ മണിക്കൂറുകളോളം കേരള പോലീസ് ഇതിൻ്റെ അകത്ത് ഇടപെടാതിരുന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇടപെട്ടതിൻ്റെ കാര്യം, ഇപ്പോൾ FIR ഇട്ടതിൻ്റെ കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ നിലവിൽ അറസ്റ്റ് ചെയ്യാതെ പോകുന്ന കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഈ അലംഭാവത്തെ ഞാൻ വളരെ ഇതിനെ ഞാൻ പ്രതിഷേധിക്കുന്നു. എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് ഇവിടെ. എന്തായാലും ഉടനെ തന്നെ ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു.